ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട ഇഡിയുടെ അന്വേഷണം ഇപ്പോൾ ഇന്നലെ 6 മണിക്കൂറൊക്കെ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 22-നായിരിക്കും ഹാജരാകേണ്ടത് അല്ലേ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈ മാസം 22-ന് വീണ്ടും ഹാജരാകാൻ ഗോകുലം ഗോപാലനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നലെ 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുന്നത്. മനസ്സിലാക്കിയതനുസരിച്ച് ഈ ചിട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ ഇഡി ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതിൽ സ്വീകരിച്ച ചില നിക്ഷേപങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമാക്കുന്ന രീതിയിൽ അതിന് വേണ്ടിയുള്ള ആധികാരികമായ രേഖകൾ ഹാജരാക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ചില നിക്ഷേപങ്ങൾ, അത്തരം കാര്യങ്ങൾ, ചില സംശയങ്ങൾ ഇഡി ഉന്നയിച്ചിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് വീണ്ടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച വളരെ നീണ്ട പരിശോധന, മണിക്കൂറുകൾ നീണ്ട പരിശോധന ഗോകുലം ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് ചെന്നൈയിലെ ഓഫീസുകൾ, കേന്ദ്ര ഓഫീസുകളിലടക്കം നടന്നിരുന്നു. ഏതാണ്ട് 13 മണിക്കൂറോളം അത്ര പരിശോധനകൾ നീണ്ടുപോകുന്നു. ഈ പരിശോധനയ്ക്കിടെ തന്നെ ഗോകുലം ഗോപാലിനെയും ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമതാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടേക്ക് കൊച്ചിയിലെ സോണൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ഉച്ചയോടുകൂടി എത്തി വൈകിട്ട് 6 മണി വരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തത്. ഇതിനുശേഷമാണ് വീണ്ടും 22-ന് ഹാജരാകണം എന്നത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലത്തെ മൊഴി വിശദമായ രീതിയിലേക്ക് പരിശോധിക്കാനോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ സമയം ആകുന്നതേയുള്ളൂ. പക്ഷേ അതിന് മുൻപ് തന്നെ, അതായത് ഇന്നലെ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 22-ന് ഹാജരാകണമെന്ന രീതിയിൽ തന്നെ. ഏതായാലും അതിന് മുൻപായിട്ട് ഈ മൊഴികളുടെ ഒരു വിശദാംശങ്ങളുടെ ഒരു പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കും. നേരത്തെയും ഇഡി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇഡിയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് വിദേശ നാണ്യ വിനിമയത്തിൻ്റെ ഒരു ലംഘനം ഈ ഫണ്ട് സ്വീകരിക്കുന്നതിൽ ഗോകുലത്തിൽ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇഡി നിൽക്കുന്നത്. വലിയൊരു തുക അവർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വിശദീകരണം, അങ്ങനെ ചിട്ടിയിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം ഇത്തരം വലിയ തുകകൾ സ്വീകരിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധന ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ കണക്കിൽപ്പെടാതെയും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ഇഡി നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെ സമാഹരിച്ച ഈ കണക്കിൽപ്പെടാത്ത പണം ഏതെങ്കിലും രീതിയിൽ സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് അടക്കം കടന്നിട്ടുണ്ടോ എന്നതും ഇഡി പരിശോധിക്കുന്നു. കാരണം ഇവിടെ എമ്പുരാൻ എന്ന രീതിയിൽ, എമ്പുരാൻ ഇഫക്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് ചിലപ്പോഴെങ്കിലും ഇതിനെതിരെ ഒരു വിമർശനം ഉയരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളല്ല തങ്ങൾ അന്വേഷിക്കുന്നത്. ഇത് 2022-ൽ ഉയർന്ന ഒരു പരാതിയും ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടർന്നു കൊണ്ടുപോവുകയാണ്. അന്നും പരിശോധനകൾ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നാണ് ഇഡി നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണം. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഗോകുലം ഗോപാലിനെ വീണ്ടും ഇഡി ചോദ്യം ചെയ്തേക്കും. 22-ന് ഹാജരാകാനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത്. ഇന്നലെ 6 മണിക്കൂറാണ് ഇഡി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തത്.